Good morning. Second question from beam analysis using stiffness method. അപ്പോൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുക. ഇതിനകത്ത് കാര്യമായിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, കോംപ്ലിക്കേറ്റഡ് അല്ല, സിമ്പിൾ പ്രോബ്ലമാണ്. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. എ ബി ബി സി, അപ്പോൾ രണ്ട് സ്പാൻ ഉണ്ട്, കണ്ടിന്യൂസ് ബീമാണ്. എ ബിയിലൊരു 10 kN ആക്ട് ചെയ്യുന്നുണ്ട്, ബി സിയിലൊരു യു ഡിയിൽ 2 kN/m ആക്ട് ചെയ്യുന്നുണ്ട്. ഇ ഐ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ സിസ്റ്റം കോർഡിനേറ്റ് കണ്ടുപിടിക്കുക. സിസ്റ്റം കോർഡിനേറ്റ് സ്റ്റിഫ്നെസ് മെത്തേഡ് ആണെങ്കിൽ എന്താണ് സിസ്റ്റം കോർഡിനേറ്റ് എന്ന് പറയുന്നത്? ഡിഗ്രി ഓഫ് ഫ്രീഡം മാത്രം എടുത്താൽ മതി. സ്റ്റിഫ്നെസ് മെത്തേഡിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് അൺനോൺ. നമുക്ക് ഡിസ്പ്ലേസ്മെന്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ സിസ്റ്റം കോർഡിനേറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ സിസ്റ്റം കോർഡിനേറ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയേ. ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര ഉണ്ട്? ബി എന്ന് പറയുന്ന അവിടെ റോളറിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് അല്ലേ? ബി എന്ന് പറഞ്ഞ റോളറിൽ നമുക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ഓരോ റൊട്ടേഷൻ ആണ്. അപ്പോൾ അവിടെ ഒരു തീറ്റ ബി ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഞാനത് അവിടെ സിസ്റ്റം കോർഡിനേറ്റ് 1 ഏതാണ്, അല്ലെങ്കിൽ ആ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം ഏതാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ബി എന്ന് പറയുന്ന അവിടെ ഒരു റൊട്ടേഷൻ തീറ്റ ബി മാത്രം ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണ്. അപ്പോൾ സിസ്റ്റം കോർഡിനേറ്റ് 1 ഞാൻ അതിൻ്റെ ഫിഗർ കാണിക്കുകയാണ്. ഇവിടെ R1 എന്ന് പറഞ്ഞ് ഞാൻ സിസ്റ്റം കോർഡിനേറ്റ് നമ്പർ ചെയ്യുകയാണ്. അപ്പോൾ സിസ്റ്റം കോർഡിനേറ്റ് 1 ആണ്, അത് ബിയിലാണ്, കാരണം അവിടെ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, അത് തീറ്റ ബി ആണ്. ഓക്കെ, അടുത്തത് ഇനി എലമെന്റ് കോർഡിനേറ്റ് ആണ്. എലമെന്റ് കോർഡിനേറ്റ് എ ബിയിലും ബി സിയിലും കൂടെ 4 എണ്ണം ഉണ്ട്. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് ഫിക്സഡിന്റെ മൊമെന്റ് ആണ്. ഫിക്സഡിന്റെ മൊമെന്റ് എ ബിയിലും ബി സിയിലും കണ്ടുപിടിക്കുക. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. WAB²/L² WL²/12 എന്ന് പറയുന്നത് ഇത് യു ഡി എല്ലിൻ്റെതും ഇത് എ ബി എന്ന് പറഞ്ഞ സ്പാൻ്റെതാണ്. WAB²/L² WBA²/L² രണ്ടെണ്ണം മൊമെന്റ് വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇക്വലന്റ് ജോയിൻ ലോഡ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇക്വലന്റ് ജോയിൻ ലോഡ് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് 0.44 kN 0.44 kN എന്ന് കിട്ടും. അപ്പോൾ ഇക്വലന്റ് ജോയിൻ ലോഡായി. അടുത്ത ലോഡഡ് സിസ്റ്റം കോർഡിനേറ്റ്. സിസ്റ്റം കോർഡിനേറ്റ് നമ്മൾ R1 മാർക്ക് ചെയ്ത് ഇവിടെ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ലോഡ് എന്താണ്? P1 എന്ന് പറയുമ്പോഴത്തേക്ക് 0.44 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഞാനിവിടെ സിസ്റ്റം കോർഡിനേറ്റിൻ്റെ ഫിഗർ വരച്ചിട്ടുണ്ട്, നേരത്തെ സെയിം ഫിഗർ തന്നെയാണ്. അപ്പോൾ ഇവിടെ R1 മാർക്ക് ചെയ്ത് അവിടുത്തെ ലോഡ് എത്രയാണ്? ഇവിടുത്തെ ഇതൊന്നും കമ്പൈൻ ചെയ്ത് നോക്കി. ഇവിടെ R1 നമ്മൾ മാർക്ക് ചെയ്ത്, അപ്പോൾ അവിടുത്തെ ലോഡ് എന്താണ്? 0.44 ആണ്. അപ്പോൾ P1 0.44 ആണ്. ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് സിസ്റ്റം കോർഡിനേറ്റ് എന്ന് പറയുന്നത് R1 ആണ്, അത് തീറ്റ ബി ആണ്. ഡിസ്പ്ലേസ്മെന്റ് നോക്കിയാൽ മതി. ഇവിടെ ആപ്പാടെ ഒരു ഒറ്റ ഡിസ്പ്ലേസ്മെന്റേ ഉള്ളൂ, അത് തീറ്റ ബി ആണ്. അല്ലെങ്കിൽ ആ ഒരു കോർഡിനേറ്റ് ഇവിടെയാണ് നമ്മൾ കോർഡിനേറ്റ് ഫസ്റ്റ് കോർഡിനേറ്റ് ഇവിടെയാണ്. അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് R1 അല്ലെങ്കിൽ തീറ്റ ബി ആണ്. ഫോർമുല R മെട്രിക്സ് = K ഇൻവേഴ്സ് ഇൻറ്റു പി മെട്രിക്സ്. K ഇൻവേഴ്സ് എങ്ങനെ വന്നു എന്ന് ഞാൻ പറഞ്ഞു. എഫിൻ്റെ ഇൻവേഴ്സ് ആണ്, അതായത് 1/K ആണ്. ആക്ച്വലി R മെട്രിക്സ് = F മെട്രിക്സ് ഇൻറ്റു പി മെട്രിക്സ് ആണ്. എഫ് മെട്രിക്സ് എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റിയുടെ ഇൻവേഴ്സ് ആണ്, അതായത് 1/K ആണ്. 1/K K ഇൻവേഴ്സ് ആയിട്ട് കാണിച്ചേക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ K മെട്രിക്സിന് ഒരു ഫോർമുല ഉണ്ട്, ബീറ്റ ട്രാൻസ്പോസ് ഇൻറ്റു KS ഇൻറ്റു ബീറ്റ. അപ്പോൾ KS എന്താണ്? KS എന്ന് വെച്ച് കഴിഞ്ഞാൽ എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ്. എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ്. അതിനൊരു ഓർഡർ ഉണ്ട്, EC ഇൻറ്റു VC. ഒന്നും നോക്കണ്ട, നമുക്കിപ്പോൾ രണ്ട് മെമ്പറാണ്, എ ബിയും ബി സി എന്ന് പറഞ്ഞ രണ്ട് മെമ്പറാണുള്ളത്. അപ്പോൾ ആദ്യത്തെ മെമ്പറിന് KE1 ഒരു എലമെന്റ് മെട്രിക്സ് ഉണ്ട്, രണ്ടാമത്തെ മെമ്പർ ബി സിക്കും ഒരു എലമെന്റ് മെട്രിക്സ് ഉണ്ട്, അപ്പോൾ അത് KE2 ആണ്. അപ്പോൾ KE1 KE2 എന്ന് എഴുതിയാൽ മതി, ഡയഗണൽ എഴുതിയാൽ മതി. എന്നിട്ട് അപ്പുറം ഇപ്പുറം 0 ഇട്ടുക. അപ്പോൾ 2/2 മെട്രിക്സ്, 2/2 അല്ല, ഈ KE1 തന്നെ ഇത്രയും ഓർത്താൽ മതി, നമ്മൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. കാരണം എൻ്റെ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ 4x4 ആണ്. അത് ഈ KE എന്ന് പറയുന്നത് 2/2 മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കണ്ട. KS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ മെട്രിക്സ് ആണ്. അപ്പോൾ AB എന്ന് പറഞ്ഞ സ്പാനിന് KE1ഉം BC എന്ന് പറഞ്ഞ സ്പാനിന് KE2ഉം, അത് രണ്ടും ഡയഗണൽ എഴുതിയാൽ മതി. അടുത്തത് KE എന്ന് പറയുന്നത് ഒരു എലമെന്റിന്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ്. അതിന്റെ ഫോർമുല ഡെറൈവ് ചെയ്ത് കാണിച്ചു, EI/L 4224 എന്ന് പറഞ്ഞ് കിട്ടി. ഇതിലപ്പോൾ AB എന്ന് പറഞ്ഞ സ്പാൻ, അപ്പോൾ KE1 എന്ന് പറയുന്നത് എന്താണ്? AB ആണ്. അതിന്റെ സ്പാൻ ലെങ്ത് എത്രയാണ്? 3 ആണെന്ന് തോന്നുന്നു. അതെ, 3 ആണ്. നോക്കിയാൽ മതി. നോക്കിയേ, ക്വസ്റ്റ്യൻ 2, 1, 3. ABയുടെ സ്പാൻ 3ഉം BCയുടേത് 4ഉം ആണ്. അപ്പോൾ EI/Lന്റെ അവിടെ Lന് നമ്മൾ ലെങ്ത് ഇട്ട് കൊടുത്താൽ മതി. ലെങ്ത് ഇപ്പോൾ ഇവിടെ 4 ആണ്, അപ്പോൾ 4/3. ഇവിടെ ലെങ്ത് 3 ഇട്ട് കൊടുത്താൽ മതി. അതുകൊണ്ട് ഇത് അകത്തോട്ട് നമ്മൾ എടുത്തേക്കുന്നതാണ്. അപ്പോൾ 4/3 2/3 2/3 4/3 എന്ന് കിട്ടും. KE2 അതേപോലെ തന്നെ
EI/4 എടുക്കണം. അപ്പോൾ 4 അകത്തോട്ട് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് 4/4 1 കിട്ടും, 2/4 0.5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ KE1 KE2 കണ്ടുപിടിച്ചിട്ട് KS എന്ന് പറഞ്ഞിട്ട് നമ്മളത് അകത്തോട്ട് ഇട്ട് മെട്രിക്സ് ഫോമിൽ എഴുതി. ബീറ്റ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ആണ്. ഫ്ലെക്സിബിലിറ്റിയുടെ കേസിൽ ആൽഫയായിരുന്നു, ദാറ്റ് ഈസ് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ആയിരുന്നു. ബീറ്റ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് കോർഡിനേറ്റിൽ അല്ലെങ്കിൽ സിസ്റ്റം കോർഡിനേറ്റിൽ ഒരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പോൾ എലമെൻറ്റ് കോർഡിനേറ്റിൽ വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ബീറ്റ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം കോർഡിനേറ്റിൽ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പോൾ എലമെൻറ്റ് കോർഡിനേറ്റിൽ വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ സിസ്റ്റം കോർഡിനേറ്റ് R1 നമ്മളൊരു യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുകയാണ്. തീറ്റ റൊട്ടേഷൻ ആയതുകൊണ്ട് ഒരു റേഡിയനാണ്, യൂണിറ്റ് റേഡിയനാണ് കൊടുക്കുന്നത്. അപ്പോൾ തീറ്റ ബി ഇവിടെ കാണിച്ചു. ഇവിടെ നമ്മൾ ഒരു 1 യൂണിറ്റ് റേഡിയൻ കൊടുക്കുകയാണ്. അപ്പോൾ എലമെൻറ്റ് കോർഡിനേറ്റിൽ വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, എലമെൻറ്റ് കോർഡിനേറ്റിൽ ഇവിടെ 0, ദാറ്റ് ഈസ് 0, ഇവിടെ 1 വരും, നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. ഇവിടെയും 1 വരും, അപ്പോൾ 0 1 1 0 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ ബീറ്റ കിട്ടി. നമുക്ക് B1 ഒരൊറ്റ സിസ്റ്റം കോർഡിനേറ്റ് ഉള്ളതുകൊണ്ട് B1 മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത് ഇനി ഈ ഒരു ഫോമിൽ എഴുതിയാൽ മതി. ബീറ്റ ട്രാൻസ്പോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിട്ടീനെ ഇൻവേഴ്സ് ചെയ്ത് എഴുതിയാൽ മതി, തിരിച്ചെഴുതിയാൽ മതി, ട്രാൻസ്ഫോം ചെയ്ത് എഴുതിയാൽ മതി. അപ്പോഴത്തേക്ക് 0 1 1 0 എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതാം. KS നമുക്ക് കിട്ടി. ബീറ്റ നേരത്തെ കിട്ടിയായിരുന്നു, ഞാൻ പറഞ്ഞു KS ഇൻറ്റു ബീറ്റ എപ്പോഴും ചെയ്യുക. കാര്യം അത് നമുക്ക് പിന്നീട് ആവശ്യം വരും, ഒരു സെയിം ടൈം തന്നെ. അപ്പോൾ അതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് K = EI × 7/3 എന്ന് പറഞ്ഞ് കിട്ടി. K ഇൻവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ മതി, ദാറ്റ് ഈസ് 3/7, അതായത് 3/7 പിന്നെ 1/EI, ഈ EI താഴോട്ട് വരും, അപ്പോൾ 3/7 EI എന്ന് വരും. R മെട്രിക്സ് = K ഇൻവേഴ്സ് × P. K ഇൻവേഴ്സ് ഇപ്പോൾ കിട്ടി. P നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് R മെട്രിക്സ് കിട്ടും. ഓക്കെ, R മെട്രിക്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെമ്പർ ഫോഴ്സ് ആണ്. മെമ്പർ ഫോഴ്സ് Q = FEM + KS × ബീറ്റ × R കിട്ടും. അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ Q മെമ്പർ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, താങ്ക് യു.